ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു ദിവസത്തിലേക്ക് സ്വാഗതം. ഇത് ഞാൻ ശനിയാഴ്ച എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാൻ ഇന്നൊരു 6 മണിയൊക്കെ ആയപ്പോൾ എണീറ്റു. സാധാരണ ഞാനൊരു 10-20 മിനിറ്റ് ലേറ്റായിട്ടാണ് എണീക്കുന്നത്. ഇന്നിപ്പോൾ ശനിയാഴ്ച ആണെങ്കിലും മൂത്ത ആൾക്ക് ക്ലാസ് ഉണ്ട്. പ്ലസ് ടുവിൻ്റെ എക്സാമിൻ്റെ റിവിഷനൊക്കെ നടക്കുന്നതുകൊണ്ടും പ്രാക്ടിക്കൽ എക്സാമിനേഷനൊക്കെ അതൊക്കെ നടക്കുന്നതുകൊണ്ട് ഇന്നിപ്പോൾ അവന് ക്ലാസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവന് ലഞ്ചൊന്ന് കൊടുത്തു വിടണം. എനിക്കൊന്ന് പുറത്തു പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായതുകൊണ്ട് ലഞ്ച് ഉച്ചയ്ക്കൊന്നും കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് രാവിലെ തന്നെ കൊടുത്തു വിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിന്ന് നേരത്തെ എണീറ്റിട്ടുള്ളത്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ല് തേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ചെറുതായിട്ട് ഫ്രഷ് ആവും. തലമുടിയൊക്കെ നന്നായിട്ടൊന്ന് ചീക്കി കെട്ടി ഒതുക്കി അത് കഴിഞ്ഞിട്ട് ചെറിയൊരു പൊട്ടൊക്കെ വെച്ച് അത്യാവശ്യം നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ട് നമുക്ക് കിച്ചണിലൊക്കെ കയറി ചെന്ന് ജോലി ചെയ്യാനും കാര്യങ്ങൾക്കും ആ ഒരു ദിവസം ഫുള്ള് ഒരു എനർജിയൊക്കെ വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടി ഞാനൊന്ന് എന്നെ സെൽഫ് കെയർ ഒക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പിന്നെ പ്രാർത്ഥിക്കാനായിട്ട് പോവും. അത് കഴിഞ്ഞ് പിന്നെ ഡോറൊക്കെ തുറന്നിട്ട് മുറ്റത്തോട്ടൊക്കെ വന്ന് ഇറങ്ങി നമ്മൾ ബാൽക്കണിയിലൊക്കെ നിന്നിട്ട് ഞാനൊന്ന് നമ്മുടെ പക്ഷികളെ കരച്ചിൽ അങ്ങനെ മുറ്റത്തൊക്കെ രാവിലെയൊക്കെ നിൽക്കാനായിട്ട് ഇന്നിപ്പോൾ നല്ല രസമായിരുന്നേ. ഞാൻ സാധാരണ ഇത്ര നേരത്തെ എണീക്കുന്നതല്ല, അപ്പോൾ ഇന്നിപ്പോൾ എണീറ്റപ്പോൾ നല്ല രസമായിരുന്നു കാണാനും പക്ഷികളുടെ കരച്ചിലും അതൊക്കെ അങ്ങനെയൊക്കെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കിച്ചണിലേക്ക് നേരെ വരും. വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പാത്രം നമ്മൾ തലേദിവസം കഴുകി വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, അതിനെയൊക്കെ നേരെ എടുത്ത് വെച്ചതിന് ശേഷമാണ് ഞാൻ വെള്ളം കുടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം വെള്ളമൊക്കെ കുടിച്ചിട്ട് അങ്ങനെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് എൻ്റെ സ്ഥിരം ജോലിയിലോട്ടൊക്കെ ഞാൻ കിടക്കും. നമ്മൾ കിച്ചണിലുള്ള ജോലികളൊക്കെ കാണില്ലേ, അപ്പോൾ അതൊക്കെ ചെയ്യും. ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചത് ആദ്യം രാവിലെ ഹോളൊന്ന് വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ച് നമ്മുടെ ലിവിങ് റൂം. അപ്പോൾ ലിവിങ് റൂം ഒന്ന് തൂത്ത് തുടച്ച് ഒരു തിരിയൊക്കെ ഒന്ന് കത്തിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കിച്ചണിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എല്ലാ സ്ഥലവും കൂടി തൂക്കാനും തുടയ്ക്കാനും ഒക്കെ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ നേരത്തെ അവിടെ ഒന്ന് ക്ലിയർ ചെയ്തിടാമെന്ന് വിചാരിച്ചു. മറ്റുള്ള ദിവസങ്ങളിലൊന്നും ഞാൻ ഇതുപോലെ ആദ്യം തന്നെ ക്ലീനിങ്ങിനായിട്ട് കയറില്ലേ, കിച്ചണിൽ തന്നെയാണ് കയറുന്നത്. ഇന്നിപ്പോൾ ചിലപ്പോൾ ഇതുപോലുള്ള ആവശ്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് ഞാൻ നേരത്തെ എൻ്റെ ക്ലീനിങ് ജോലികളൊക്കെ അങ്ങ് തീർത്ത് വയ്ക്കും. മറ്റേത് കിച്ചണിലൊക്കെ കയറി കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ മൊത്തം അങ്ങ് ടയേർഡ് ആവുകയും ചെയ്യും, ചിലപ്പോൾ ടൈം കിട്ടാതെയൊക്കെ വരും. അതുകൊണ്ട് അങ്ങനെ ഒരു ഇത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ക്ലീൻ ചെയ്ത് അങ്ങിടും നേരത്തെ. വേറെ എവിടെയെങ്കിലുമൊക്കെ പോവുമോ എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ. ഇന്നിപ്പോൾ എൻ്റെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവമാണ്. അത് വലിയ ക്ഷേത്രമൊന്നുമല്ല, ഒരു കുഞ്ഞു ക്ഷേത്രം, കുടുംബാംഗങ്ങളൊക്കെ മാത്രമായിട്ട് ഉള്ള ഒരിതാണ്. അപ്പോൾ അവിടെ വർഷത്തിൽ ഒറ്റ ദിവസത്തെ ഉത്സവമാണ് നടത്തുന്നത്. അപ്പോൾ ആ ദിവസം എന്നാണ്. ഞാനങ്ങനെ എപ്പോഴൊന്നും പോവാറില്ല. ഇതുപോലെ വർഷത്തിലൊരിക്കൽ മറ്റായിരിക്കും ഞാനവിടെ പോകുന്നത് ഉത്സവത്തിൻ്റെ ദിവസം. അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും മാസാമാസം ഒരു ദിവസം നട തുറക്കാറുണ്ട്. അപ്പോൾ ചിലപ്പം എന്തെങ്കിലും കാരണം കൊണ്ടൊക്കെ പോകാൻ പറ്റാതെയൊക്കെ വരും. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് പറ്റുന്നൊരു ദിവസമായതുകൊണ്ട് ഞാനും ഇളയാളും കൂടെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് തുണിയും കൂടെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ കൊണ്ടുപോയി വിരിക്കാനുള്ള ടൈം കിട്ടുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ വിചാരിച്ചു ഒന്ന് കഴുകി വെച്ചേക്കാം, സമയം കിട്ടിയില്ലെങ്കിൽ തിരിച്ച് വന്നിട്ട് വിരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിനെ കൂടി ഒന്ന് കഴുകാനായിട്ട് ഇട്ടിട്ടുണ്ട്. ടേബിൾ ക്ലീൻ ചെയ്യാനായിട്ട് എടുത്ത സമയത്താണ് ഞാൻ മെഷീനിൽ തുണിയിടാനുള്ള കാര്യം ഓർമ്മിച്ചത്. അങ്ങനെയാണ് ഞാൻ പോയി ചെന്ന് പിന്നെ തുണി ഇട്ടിട്ട് വന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ തറയൊക്കെ ഉണങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ മാറ്റൊക്കെ എടുത്തിട്ടു. പിന്നെ ലാസ്റ്റ് ഒരു തിരിയും കൂടെ കത്തിച്ച് വെച്ച് നല്ല മണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ സ്ഥിരം ഏരിയയായ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഞാനൊരു സ്റ്റിക്കി നോട്ടിൽ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാനൊന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം തന്നെ. അപ്പോൾ രാത്രി ഞാൻ അതുപോലെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഏതൊക്കെ ജോലി ഞാൻ തീർത്തു എന്ന് ഞാൻ ഇങ്ങനെ ടിക്കിട്ട് പോവുകയാണ്. അപ്പോൾ ക്ലീനിങ്ങും മോപ്പിങ്ങും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് ടിക്കിട്ട് പോവുകയാണ്. ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. മാക്സിമം ചെയ്ത് തീർക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇന്നിപ്പോൾ പനീറിൻ്റെ കറിയും ബസ്മതി റൈസും ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. ബസ്മതി റൈസ് വയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോന് ആ റൈസാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡിയാവുകയും ചെയ്യും, വലിയ പണിയൊന്നും വരില്ല. അപ്പോൾ ഇതൊന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കി ഒരാൾക്ക് മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്കൊന്ന് ഉച്ചയ്ക്ക് ഊണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരാൾക്ക് ഒരു നേരത്തേക്ക് മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതാക്കാമെന്ന്.
പനീർ ഇതുപോലെ 2-3 വെള്ളം കഴുകി നന്നായിട്ട് പിഴിഞ്ഞെടുക്കും. അതിന് ശേഷം അല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും ഉപ്പും പിന്നെ കുറച്ച് തൈരും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് അതൊന്ന് പുരട്ടി വയ്ക്കും. ഒരു 10 മിനിറ്റ് 15 മിനിറ്റൊക്കെ ടൈം ഇന്നിപ്പോൾ കുറച്ചായതുകൊണ്ട് ഞാൻ നേരത്തെ എടുത്തു കേട്ടോ. ഒരു 10-15 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കും. ഇല്ലെങ്കിൽ ചിലപ്പോൾ പൊടിഞ്ഞു പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത് പനീർ. ഇതിനിടയിൽ ഞാൻ സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും കാര്യങ്ങളൊക്കെ നൈസിന് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിപ്പോൾ തേങ്ങ തിരികൊണ്ടിരിക്കുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നമ്മുടെ അരിയും കൂടെ എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കിടക്കുമ്പോൾ വേവും കുറച്ചും കൂടി പെട്ടെന്ന് ഈസി ആയിരിക്കും. അപ്പോൾ ഇവിടെ പനീറൊക്കെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ ചട്ടിയിൽ തന്നെ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ട് ഞാൻ എണ്ണയോ ബട്ടറോ ഒഴിക്കാൻ ഞാനിപ്പോൾ എണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചിട്ട് സവാളയും കൂടി ഇട്ടൊന്ന് ഉപ്പിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ വെള്ളം തിളച്ച് വന്നിട്ടുണ്ടായിരുന്നേ ചോറിനുള്ള. അപ്പോൾ അതിൽ ഉപ്പും കറിവേപ്പട്ടയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി അരിയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയും കൂടെ നോക്കണം. ഇതിനിപ്പോൾ ഞാനിപ്പോൾ ചമ്മന്തി അരയ്ക്കാനുള്ള തയ്യാറെടുപ്പിനാണ്. ദോശയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ചമ്മന്തി എടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഇളക്കലും നമ്മുടെ പനീറിൻ്റെയും ചോറിൻ്റെയും കാര്യം കൂടെ ഞാൻ നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പനീറിനുള്ള കാര്യങ്ങളൊക്കെ സവാളയൊക്കെ മൂത്ത് വന്നപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ടൊമാറ്റോയും കൂടി ഇടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടൊമാറ്റോ ഇടുകയാണ്. ഇതാണ് എൻ്റെ ടൊമാറ്റോയുടെ ബോക്സ്. അപ്പോൾ അത് ഇടുകയാണ്. അതിന് ഞാനൊന്ന് കട്ട് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ ചമ്മന്തിയും കൂടി അരച്ചെടുത്തിട്ടുണ്ട്. റൈസ് പെട്ടെന്ന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനൊന്ന് ഊറ്റിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനൊന്ന് മൂപ്പിച്ച് എടുക്കാമെന്ന് വിചാരിച്ചു. റൈസ് ഒന്ന് നെയ്യിലിട്ട് മൂപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് നെയ്യ് ഒഴിച്ചിട്ട് ഞാനൊന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് അതിനകത്തേക്ക് അല്പം റൈസ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി മൂപ്പിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് വേറൊന്നും ഇടുകയൊന്നും ചെയ്തിട്ടില്ല. നെയ്യ് മാത്രം ഒഴിച്ച് സാധാ ചോറ് പോലെ കുഴ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നെയ്യുടെ ഒരു ടേസ്റ്റ് വരുമെന്ന് വിചാരിച്ചിട്ട് അതിനൊന്ന് മൂപ്പിച്ചൊന്ന് എടുത്തിട്ട് ഞാൻ ലഞ്ച് ബോക്സ് തന്നെ റെഡിയാക്കി വെച്ചു. കാരണം ഈ പാത്രം തന്നെ എടുത്തു കഴിഞ്ഞാലേ നമ്മുടെ അരി വെച്ച പാത്രം തന്നെ എടുത്തു കഴിഞ്ഞാൽ ആ ചീനച്ചട്ടിയിൽ തന്നെ ചമ്മന്തി കൂടെ കടുവറുത്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു പാത്രം കഴുകിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ലഞ്ച് ബോക്സിലോട്ട് അങ്ങ് മാറ്റിയേ. ഏകദേശം കുറച്ച് ജോലികളൊക്കെ ഒതുങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ എൻ്റെ പുത്രനെ ചെന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഹോളിഡേയ്സിലൊക്കെ ദിവസങ്ങളാണെങ്കിൽ ഒരുപാട് നേരം കിടന്ന് ഉറങ്ങുന്നതാണ്. ഇന്നിപ്പോൾ നമുക്ക് അമ്പലത്തിലൊക്കെ പോവേണ്ടതായിട്ടുള്ളതുകൊണ്ട് കുളിക്കുകയൊക്കെ വേണമല്ലോ. അപ്പോൾ ഞാൻ ഒന്ന് നേരത്തെ ഒന്ന് വിളിച്ച് എണീപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര മടിയായിരുന്നു. പിന്നെ കുത്തി എണീപ്പിച്ചിട്ടൊക്കെ വിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ഒന്ന് നമ്മുടെ റൂം ഒന്ന് ക്ലീൻ ചെയ്യാം. നമ്മൾ ടോയ്ലറ്റിലൊക്കെ പോയിരിക്കുകയല്ലേ. അപ്പോൾ ആ സമയം കൊണ്ട് ഒന്ന് ബെഡൊക്കെ ഒന്ന് കുടഞ്ഞ് റൂമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നൈസിനൊന്ന് തുടച്ചൊക്കെ വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. എന്തിനാണ് ഇതൊക്കെ ധൃതി പിടിച്ച് ഇങ്ങനെ ചെയ്യുന്നത്, തിരിച്ചു വന്നിട്ട് ചെയ്താൽ പോരെന്നെങ്കിലും ചിലരെങ്കിലുമൊക്കെ വിചാരിക്കും. കാരണം എൻ്റെ ഒരു ക്യാരക്ടർ അനുസരിച്ച് ഞാൻ തന്നെ തിരിച്ചു വന്നിരുന്നാലും ഞാൻ തന്നെയാണ് ഈ ജോലി ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ സൗകര്യത്തിനനുസരിച്ചുള്ള ടൈമിൽ ഞാനത് ചെയ്ത് തീർക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. അതുപോലെ എനിക്ക് പുറത്ത് പോയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ തിരിച്ചു വരുന്നത് ഭയങ്കര ക്ഷീണിച്ച് ടയേർഡായിട്ടൊരു അവസ്ഥയിലായിരിക്കും. അപ്പോൾ വീട്ടിൽ ഒരുപാട് പണികൾ ചെയ്യാനുണ്ടല്ലോ എന്നുള്ളൊരു വിചാരത്തോടു കൂടി അങ്ങനെ ആ ഒരു ദിവസം ഒരു അലമ്പാക്കാനായിട്ട് എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിതുപോലെ ഒരുവിധപ്പെട്ട ജോലികളെല്ലാം ഒതുക്കി വെച്ചിട്ടാണ് ഞാൻ പുറത്ത് എവിടെയെങ്കിലും പോകാനായിട്ടുണ്ടെങ്കിൽ പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ തലേ ദിവസമേ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെക്കാറുണ്ട്. അങ്ങനെ ചമ്മന്തിയൊക്കെ കടുവറുത്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പനീറിൻ്റെ മസാലയൊക്കെ റെഡിയായിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ദോശയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ദോശ ലാസ്റ്റ് ചുടാൻ കാരണം അത് ചൂടോടുകൂടി കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ചൂടോടുകൂടി കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പം ഞാൻ വിചാരിച്ചു ലാസ്റ്റ് അത് ചെയ്യുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, അത് ചൂടായിട്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ലാസ്റ്റ് ആ പണി മാറ്റി വെച്ചിരുന്നത്. കറിയൊക്കെ റെഡി ആയപ്പോൾ ഞാൻ അവനുള്ള കറി മാറ്റി വെച്ചിട്ട് ഓടിപ്പോച്ചെന്ന് കുളിച്ചിട്ടൊക്കെ റെഡിയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ വന്ന ഉടനെ തന്നെ ബസ് കിട്ടിയ ഭാഗ്യത്തിന്, ഇല്ലെങ്കിൽ ചില ദിവസമൊക്കെ നിൽക്കേണ്ടി വരും, ചിലപ്പോൾ പോസ്റ്റ് ആവാറുണ്ട്. അപ്പോൾ അങ്ങനെ ബസ്സിൽ ഞങ്ങൾ 2 ബസ് കയറിയിട്ട് വേണം അവിടെ എത്താൻ. അപ്പോൾ ജംഗ്ഷനിൽ എത്തുമ്പോൾ വിളിച്ചാൽ മതിയെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അച്ഛനും എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരു 2 മിനിറ്റത്തെ യാത്രയേ ഉള്ളൂ അമ്പലത്തിനടുത്തേക്ക്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അമ്പലത്തിൽ എത്തി. ഇതാണ് നമ്മുടെ അമ്പലം. ഞാൻ പറഞ്ഞിരുന്നില്ല, ഒരു ചെറിയ ക്ഷേത്രമാണ്, അതൊക്കെ വികസിച്ചൊക്കെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് പൊങ്കാല ഉണ്ടായിരുന്നേ. അപ്പോൾ എൻ്റെ അമ്മ പൊങ്കാല ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാടൊന്നുമില്ല, ഒരു 10-15 പൊങ്കാലയ്ക്കകത്തൊക്കെ വരുള്ളൂ. അപ്പോൾ അത് നേദിക്കുന്ന ടൈമാണ് ഇപ്പോൾ. പൊങ്കാല നേദിപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം അന്നദാനം ഉണ്ടായിരുന്നു. പാത്രത്തിലായിരുന്നേ ഊണ്. പുളിശ്ശേരി, സാമ്പാർ, അവിയൽ, കിച്ചടി, തോരൻ, മാങ്ങാക്കറി, പിന്നെ ഒരു ചെറിയ ഏപ്പിൽ പായസവും ഇതാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ, ലവ് യു.